ഹലോ, ഇന്ന് നമുക്കൊരു റെഡ് പീ കേക്കിൻ്റെ ഡിസൈനിങ് കണ്ടാലോ? കുറേ നാളായിട്ടോ ഞാൻ ഒരു യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു റെഡ് പീ കേക്കിൻ്റെ വീഡിയോ ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. ഞാൻ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്തപ്പോൾ എനിക്ക് ഈ ഒരു റെഡ് പീ കേക്കിൻ്റെ ഡിസൈനിങ് ഇങ്ങനൊരു ഗനാഷ് വെച്ചിട്ട് ചെയ്യുന്നതായിട്ടാട്ടോ കണ്ടത്. പക്ഷെ അന്ന് ഞാൻ ഇതൊരു വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഈ ഒരു റൗണ്ട് ഷേപ്പിനെ കട്ട് ചെയ്ത് ലവ് ഷേപ്പാക്കി മാറ്റുക കേട്ടോ. കാരണം ഇത് ഒരു ഹസ്ബൻഡ് വൈഫിന് സർപ്രൈസായിട്ട് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ലവ് ഷേപ്പിൽ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ലവ് ഷേപ്പിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു കേക്ക് ചെയ്തെടുത്തത്. അപ്പോൾ ലവൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്രം കോട്ട് ചെയ്ത് ഞാനൊരു ഹാഫ് ആൻ അവറെങ്കിലും ഫ്രീസറിലൊന്ന് സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ കേക്ക് എടുക്കുന്നത്. അപ്പോൾ ഫൈനൽ കോട്ട് ചെയ്യുമ്പോൾ നല്ല ഫിനിഷിങ് കിട്ടും കേട്ടോ. ഇതുപോലത്തെ ഒരു ബ്രഷ് ഡിസൈനാണ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല ഒരു ആ ബ്രഷ് ഡിസൈൻ എനിക്കിഷ്ടമായിരുന്നു ചെയ്ത് കഴിഞ്ഞപ്പോൾ. പിന്നെ സൈഡിൽ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഇതേപോലത്തെ ഒരു ഡിസൈനുമാണ് കൊടുക്കുന്നത്. ആ ഡിസൈനും വന്നപ്പോഴും എനിക്ക് കേക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ ഫുള്ള് കറണ്ട് പോകലായതുകൊണ്ട് കേക്ക് ചെയ്യാൻ ഒരു നിവൃത്തി ഉണ്ടായില്ല. അപ്പോൾ കാലത്ത് തന്നെ ഫോണ്ടൻറ്റ് വെച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി വെച്ച് ക്ലിംഗ് റാപ്പൊക്കെ ഇട്ട് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് വേഗം തന്നെ കേക്ക് ഡിസൈനിങ് ചെയ്തപ്പോൾ തന്നെ ഇതൊക്കെ എടുത്ത് സെറ്റാക്കി വയ്ക്കാൻ പറ്റി കേട്ടോ. പിന്നെ ഈ ഒരു ലവ് മാത്രം ആഡ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ എനിക്ക് അത്ര ഫിനിഷിംഗ് ആയിട്ട് തോന്നണില്ല കേക്ക്. അപ്പോൾ ഞാൻ കുറച്ച് ഗോൾഡൻ ബോൾസും 2 സൈസിലുള്ള ഗോൾഡൻ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് കറക്റ്റായിട്ട് ആ കേക്കിൻ്റെ ഒരു ഭംഗി നമുക്ക് കിട്ടുള്ളൂ. അത് നിങ്ങൾക്കിപ്പോൾ ഞാൻ ഇനി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ശരിക്കും മനസ്സിലാവും കേട്ടോ. ഈ ഒരു ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കണ്ടു. ഇപ്പോഴാണ് എനിക്ക് കേക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് കേട്ടോ. പിന്നെ റൈറ്റിങ്സ് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫോണ്ടൻറ്റിൽ സെറ്റാക്കിയിട്ടാണ് വച്ചേക്കണത്. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്.